ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് 8:45 ഇപ്പോഴാണ് ഓടാൻ ഇറങ്ങണേ. ഇന്നലെ നമ്മളെ 14 മണിക്കൂറിൻ്റെ ചലഞ്ച് കഴിഞ്ഞു. ഇന്ന് 14 മണിക്കൂർ ചലഞ്ചൊന്നുമില്ല. ഇന്ന് നമ്മളൊരു അത്യാവശ്യം ഏണിങ്സ് ആകുമ്പോൾ നമ്മൾ നിർത്തിപ്പോരും. എന്തായാലും മാക്സിമം ഒരു 8 മണി 9 മണി വരെയൊക്കെ ഓടുള്ളൂ. എന്തായാലും ഊബറൊക്കെ ഓൺ ചെയ്യട്ടെ. ഊബർ ഓൺ ചെയ്തിട്ടില്ല. സർജൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കാൻ മതിയാവും. എന്തായാലും ഇന്ന് നമ്മൾ ഓടുന്നുണ്ട്. CNG ഒരു 3 ഘട്ടമുണ്ട്. എന്തായാലും ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് CNG ഒക്കെ അടിക്കാം. ഊബറിലെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്തു. നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിൽ സർജ് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാം. എന്തായാലും ട്രിപ്പ് അടിക്ക് നോക്കട്ടെ. ഊബർ മാത്രമായിട്ട് നമ്മൾ ഓടുന്നുള്ളൂ. റാപ്പിഡോ കാര്യങ്ങളൊന്നും ഓടുന്നില്ല. ഇന്ന് ഊബർ മാത്രമേ ഇനി ഓടുന്നുള്ളൂ. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് ഇപ്പം അടിക്കുമായിരിക്കും. നമുക്കിപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടോ കടവന്ത്രക്ക്. പക്ഷെ നമുക്ക് കിട്ടിയില്ല, മാച്ചാണ് വന്നത്. എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ, കാണാം. പിന്നെ ഇന്നലെ നമ്മൾ എന്തായാലും അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കി. ഇന്ന് എങ്ങനെ അറിയില്ല, അന്ന് ട്രിപ്പ് ഉണ്ടോ എങ്ങനെ. ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. എങ്ങനെ എപ്പോഴും ട്രിപ്പ് ഉള്ളതെന്ന് അറിയാം. എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ റൂമിൻ്റെ പുറത്തല്ലേ, റൂമിൻ്റെ അവിടെ ഇല്ല. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ, വിജിത്ത്. പക്ഷേ സീൻ എന്താ വെച്ചാല് 3 കിലോമീറ്റർ പിക്കപ്പ് മാച്ചാ വന്നത്. 1.5 കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് ഉള്ളൂ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 1.5 കിലോമീറ്റർ പിക്കപ്പ് 3 കിലോമീറ്റർ ഡ്രോപ്പ് വിചാരിച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ അങ്ങനെ പക്ഷേ കണ്ടത്. പക്ഷേ 3 കിലോമീറ്റർ പിക്കപ്പ് 11 മിനിറ്റ്. നല്ല ബ്ലോക്കും ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ട്രിപ്പല്ലേ, ഒഴിവാക്കണ്ട, പോയി എടുക്കല്ലേ. അപ്പം എന്താ ചെയ്യുക, ഇവിടെ വെണ്ണലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ 3 കിലോമീറ്റർ കസ്റ്റമർ ക്യാൻസലാക്കിയില്ലെങ്കിൽ സുഖേനി, പോകണ്ടില്ലേനി. നമ്മളിനിപ്പോൾ ക്യാൻസലാക്കണ്ട, ഫസ്റ്റ് ട്രിപ്പ് തന്നെ അല്ല ഇപ്പോൾ ക്യാൻസലാക്കിയേനി. 3 കിലോമീറ്റർ മാച്ചാ വന്ന്. ഞാൻ കറക്റ്റ് അങ്ങ് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ സാരല്ല, പോട്ടെ. എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതിലത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നല്ല അടിപൊളി ട്രിപ്പാ. കട്ട ബ്ലോക്കാ, മൊത്തം ബ്ലോക്കാ അവിടെ. എപ്പോൾ പോയി ട്രിപ്പ് എടുക്കാനാ? ഈ ചങ്ങായി അവിടെ എത്തുമ്പോൾ ക്യാൻസലാക്കാന്നാ മതി. അതല്ലേ, അവിടെ എത്താൻ നേരത്തുണ്ടാവും ഒരു ക്യാൻസലാക്കരുത്. ഇത്രയും നേരം വെയിറ്റ് ചെയ്താണ്ട് വല്ല ഓർഷം വിളിച്ചാണ് പോകുക അവിടെ എത്തുമ്പോൾ. നമ്മളിപ്പോൾ CNG പമ്പിലാട്ടെ, കളമശ്ശേരി ഫാൽക്കൺ പമ്പിലാണ്. നമ്മൾ CNG അടിച്ചു. 643 രൂപക്ക് CNG അടിച്ചു. നേരത്തെ കിട്ടിയ ട്രിപ്പിൽ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് 139 രൂപയായിട്ട് കിട്ടിയേ. ക്യാഷ് കളക്ട് 137 രൂപ നമുക്ക് കിട്ടി. 220 രൂപ രണ്ടാമത്തെ ട്രിപ്പ് കിട്ടി. അത് 205 രൂപ ക്യാഷ് നമുക്ക് കിട്ടി. ക്യാഷ് കളക്ട് 220 രൂപ. നമ്മളിപ്പോൾ CNG 643 രൂപക്ക് CNG കടിച്ച് ഇവിടെ ഊബർ ഓണാക്കട്ടെ. ഞാൻ എന്തായാലും CNG കടിച്ചു. നീ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. 643 രൂപക്ക് CNG അടിച്ചു നമ്മളെന്തായാലും ഊബർ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിക്കാൻ എന്താ റിസർവേഷൻ എന്തോ ഒന്ന് എടുക്കുന്നുണ്ട്. ഇല്ലേ, റിസർവേഷൻ ഒന്നുമില്ല ഓർത്തവർ ഇവിടെ. നമ്മുടെ കാക്കനാട് ഭാഗത്ത് സർജ് ഉണ്ട്. ഇത് കാക്കനാട് ഭാഗം തന്നെ തോന്നുന്നു. നമ്മൾ CNG കടിച്ച് ഫുള്ളാക്കിട്ടോ. ഇനി ട്രിപ്പ് അടിച്ചാൽ മതി. ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇത്തിരി മാറി കിടക്കാം. ഇവിടെ നിന്ന് അങ്ങനെ ട്രിപ്പ് അടിക്കില്ല. നോക്കട്ടെ, നമുക്ക് കുറച്ച് അങ്ങ് മാറി കിടക്കാം. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും 643 രൂപക്ക് CNG അടിച്ചു. ഇന്ന് ഓട്ടമില്ലേ ഗായ്സ്, ഓട്ടമില്ലേ. നമ്മൾ 2 ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. 343 രൂപ. ഊബർ നമ്മൾ ഓഫ് ചെയ്തിച്ച് CNG അടിക്കാൻ പോയി ഊബർ പിണങ്ങിയാന്ന് തോന്നുന്നു. ഊബർ ട്രിപ്പ് അടിക്കുന്നില്ല. നമ്മളെന്തായാലും ഇവിടെ കാക്കനാട് റോട്ടിനോട്ട് കയറിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിർത്തി വെച്ചേക്കാം. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിക്കണം. നമ്മൾ ഇന്ന് എന്തായാലും നേരത്തെ എടുത്തിട്ടോ. ഇന്നലത്തെ ഒരു 12-14 മണിക്കൂറൊന്നും ഓടുന്നില്ല. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒരു ചലഞ്ച് എടുത്തായിരുന്നു. ഇന്നെന്തായാലും നമ്മൾ ഈ CNG തീരുന്നവരെ ഓടും. ഇന്നത്തെ ചലഞ്ച് അതാ. പക്ഷേ നമ്മളിപ്പോൾ 643 രൂപക്ക് CNG അടിച്ചിട്ട് ഇപ്പോൾ ഒരു കട്ട തീർന്നു. 1 കിലോമീറ്റർ ഓടിയില്ല, അപ്പോൾ ഒരു കട്ട തീർന്നു. അതെന്തെനിക്ക് സംഭവം മനസ്സിലായില്ല. ഒരു ചില പമ്പിൽ പ്രഷറില്ലാഞ്ഞിട്ടോ നിങ്ങൾക്കറിയില്ല. എല്ലാവരും പറയുന്നത് ഫാൽക്കൺ പമ്പിൽ പ്രഷർ ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ വേറെ ഏത് പമ്പിൽ നിന്ന് അടിക്കുകയാണെങ്കിലും നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടുമ്പോൾ 1 കട്ട 2 കട്ട പെട്ടെന്ന് തീർന്നു പോവാണ്. അതെന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണ്ടി. ട്രിപ്പ് അടിക്കുന്നില്ല ഗായ്സ്, എന്ത് പറ്റി ഊബർ? ട്രിപ്പ് അടിക്കുന്നില്ല. 9 മണിക്ക് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചാ കേട്ടോ. 9:04 ലാസ്റ്റ് ട്രിപ്പ് അടിച്ചാ.
ട്രിപ്പ് അടിച്ചില്ല. അതിന് ശേഷം നമ്മളിവിടെ ഇരുന്ന് നമ്മളെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ വെച്ചും അവിടെ ഇരുന്ന് നമ്മളിവിടുന്ന് വിടാം. അങ്ങനെ ഫുഡ് കഴിക്കണം, എന്തായാലും പോയി കഴിക്കട്ടെ. ട്രിപ്പ് ആകാനുള്ള ഫുഡ് കഴിക്കലും നടക്കട്ടെ. ഓഫ് ചെയ്തില്ല, നമ്മൾ അവിടെ എത്തുമ്പോൾ ഓഫ് ചെയ്യും. കറക്റ്റ് നമ്മുടെ ഹോട്ടലെത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. അതിന് മുന്നേ ട്രിപ്പ് അടിക്കണേ നമ്മൾ എടുത്തു പോകും, അത്രേ ഉള്ളൂ. 9 മണിക്ക് ഇരിക്കൽ തുടങ്ങി നമ്മൾ. 9 മണിക്ക് ആ ട്രിപ്പ് കഴിഞ്ഞ് ഒരു CNG അടിച്ച് കഴിഞ്ഞ് ഒരു 9:30. ഇപ്പം 11 മണിയായിട്ടോ, ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇവിടെ ട്രിപ്പ് അടിക്കൂല ഈ ഏരിയ എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിച്ച് നമ്മൾ എടുക്കും. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ കഴിക്കുന്നതിൻ്റെ മുന്നായിട്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കും. ഹോട്ടലിലെത്തി നമ്മൾ ഓഫ് ചെയ്യും. ഫസ്റ്റ് ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കഴിഞ്ഞ് ഓണാക്കണുള്ളൂ. ഫുഡ് കഴിക്കാൻ വന്നിട്ടും കാര്യമില്ലേ, 11 മണിയായി. CNG അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് അടിക്കില്ല. CNG ഇല്ലേ, അപ്പം അങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. CNG ഒരു കട്ടയൊക്കെ ആകുമ്പോൾ പിന്നെ ട്രിപ്പാക്കാരം, ഓഫ് ചെയ്യാൻ സമയം കിട്ടൂല. CNG അടിച്ചൊക്കെ ഫില്ലാക്കി വെച്ചാൽ പിന്നെ ട്രിപ്പും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. നമ്മളെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, 99 രൂപക്ക് എന്താ അൺലിമിറ്റഡ് കിട്ടണേ. അവിടെ തുറന്നണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഗായ്സ്, നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ അവിടുന്ന് എടുത്ത് പോന്നിട്ട് ഇവിടെ ഫുൾ ഓൺ കഫേൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇവിടെ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇനി ട്രിപ്പ് അടിച്ചിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. റാപ്പിഡോ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഊബറിൽ എന്തായാലും ട്രിപ്പ് അടിക്കില്ല. അപ്പോൾ റാപ്പിഡോടും കൂടി ഓൺ ചെയ്ത് വെച്ച്, രണ്ടും ഓൺ ചെയ്ത് വെച്ചു. ഇനി ട്രിപ്പ് അടിക്കട്ടെ. ഇനി ഇവിടുന്ന് എന്തായാലും നമ്മൾ എടുത്ത് പോകുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു മാക്സിമം ഒരു 3-4 കിലോമീറ്റർ വെറുതെ അങ്ങ് പോയി ട്രിപ്പ് അടിക്കും വിചാരിച്ചു. എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇനി എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ ഇവിടെ അങ്ങനെ 12 മണിയായിട്ടോ. ഇന്ന് എന്താണാവോ, ആർക്കും ട്രിപ്പില്ലേ. കുറേ വണ്ടിക്കാരുണ്ട് ഇവിടെ. മാക്സിമം ഒരു 10-12 വണ്ടി ഇപ്പം തന്നെ ഉണ്ട് ഇവിടെ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആർക്കും ട്രിപ്പില്ല ഇവിടെ. എന്തായാലും നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് ഇനി പരിപാടിയുള്ളൂ കേട്ടോ. ട്രിപ്പ് അടിക്കട്ടെ. എന്താ ഇപ്പം സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. 1:30 മണി രാവിലെ 9 മണിക്ക് അടിച്ച ട്രിപ്പാണ്. ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല. എന്താ ഇപ്പം സംഭവം? നമ്മളെന്തെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമാണോ? അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമായോ? 96. എനിക്കറിയില്ല. എനിക്കിനി ട്രിപ്പ് അടിക്കാഞ്ഞിട്ടാണ്. എന്താ സംഭവം അത്? നമ്മൾ 9 മണിക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് 3:20 നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട്. അത് ഡ്രോപ്പ് ചെയ്ത പിന്നെ വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം ട്രിപ്പ് അടിച്ച്. അപ്പം തന്നെ നമുക്ക് ആ ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരു 7 രൂപ അടിച്ച്. നമ്മളെന്തായാലും അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ഈ ട്രിപ്പും കൂടി കഴിഞ്ഞിട്ട് കാണാം. ഒരു 4-5 മണിക്കൂറിന് ശേഷമായിട്ട് നമുക്ക് ട്രിപ്പ് അടിക്കണം. ഇപ്പോൾ ഇങ്ങനെ അടിച്ചോളും. ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ, ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇത് പിക്ക് ചെയ്യട്ടെ. നമുക്ക് ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ട്രിപ്പ് 160 രൂപ വാങ്ങി. 147 രൂപ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളെ വൈറ്റില ഭാഗത്തോട്ടൊന്ന് വന്നിട്ടോ 330 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 244 രൂപ നമുക്ക് കിട്ടി. നമ്മൾ പിന്നെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പോകുന്ന വേലാണ്. ഇനി ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും ഇവിടെ ഉണ്ട്. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇന്ന് ട്രിപ്പില്ല, ആകെ 4 ട്രിപ്പാണ് ഓടി. നമ്മളിപ്പോൾ സൗത്ത് ഏരൂരല്ല ഇല്ല കേട്ടോ, വൈറ്റില ഭാഗം. നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഊബറൊക്കെ ഓണം തന്നെയാണ്. ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ട്രിപ്പ് അടിച്ചിട്ടില്ല ഇതുവരെ. അതിൻ്റെ അടുക്ക് ഒരു മാച്ച് വന്നു, ഒരു 102 രൂപ ഉണ്ട്. അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചായ അടിക്കാൻ പോകുന്ന നേരത്തെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഓൺ ചെയ്ത് വെച്ചിട്ട് ഇനി എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. നമ്മൾ ഇവിടുന്ന് എന്തായാലും പോട്ടോ. ഇവിടെ റോഡ് സൈഡിലാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയത്. അവിടെ ഒരു കായലിൻ്റെ സൈഡുണ്ട്, അപ്പോൾ അവിടെ നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇനി മെല്ലെ ഇങ്ങനെ കുറച്ച് നമ്മുടെ മെയിൻ റോഡിലോട്ടൊന്ന് കയറി നോക്കട്ടെ. അവിടുന്ന് ഇപ്പം ഞാൻ ട്രിപ്പ് അടിക്കുള്ളൂ. ഇവിടുന്ന് ഇപ്പം ഞാൻ എന്തായാലും ട്രിപ്പ് അടിക്കല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമുക്ക് ആ ചായ അടിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടോ. അത് 4 കിലോമീറ്റർ പിക്കപ്പ്. അത് 100 മീറ്റർ പോയപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാൻ നിൽക്കേനി. കഴിഞ്ഞിപ്പോൾ ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടുണ്ട് പനമ്പള്ളി നഗർക്ക്. 1.5 കിലോമീറ്റർ പിക്കപ്പ്.
ഇവിടെ അടുത്തുനിന്ന് തന്നെ. അപ്പം എന്തായാലും നമ്മൾ പോയി പിക്ക് ചെയ്തിട്ട് കാണാം. പിക്ക് ചെയ്തിട്ട് കാണാമേ. 1.5 കിലോമീറ്റർ പിക്കപ്പ്. നമ്മളെന്തായാലും പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാം. പനമ്പള്ളി നഗർക്കാണ് അടിച്ച്. പനമ്പള്ളി നഗർ ബ്ലോക്ക് ആകുമോ പെടുവോ അറിയില്ല. എന്തായാലും നമുക്ക് പോയേക്കാം. എങ്ങനെ പോകുമെന്നാണ് ആലോചിച്ച് നോക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഇവിടെ പനമ്പള്ളി നഗറിലാട്ടോ. നമുക്ക് അവിടുന്ന് അടിച്ച ട്രിപ്പ് 170 രൂപ ക്യാഷ് കളക്ട് കേട്ടോ. 170.67. കസ്റ്റമർ 178. കസ്റ്റമർക്ക് പ്രൊമോഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും കസ്റ്റമർ 178. 193 രൂപ നമുക്ക് കിട്ടി. കസ്റ്റമർക്ക് എന്തോ പ്രൊമോഷൻ എന്തോ ഉണ്ടായിരുന്നു. നമ്മളിന്ന് ടോട്ടൽ ആകെ 929 രൂപ കേട്ടോ ഓടിയത്. 5:22 നമ്മളെന്തായാലും ഒന്ന് നേരത്തെ നിർത്തും. കാരണം ഇന്ന് ഓട്ടല്ലേ, വെറുതെ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ അവിടെ എല്ലാവരും പനമ്പള്ളി നഗറിൽ നമ്മളെ മമ്മൂട്ടിൻ്റെ പഴയ വീടുണ്ട് അവിടെ ആയിട്ടല്ലേ. ഇതിൻ്റെ അകത്താണ് വണ്ടികളൊക്കെ ഇല്ലേ കേട്ടോ. അതിൻ്റെ അകത്താണ് വണ്ടികളൊക്കെ ഇല്ലേ. കുറേ വണ്ടികളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളെന്തായാലും ഇവിടേക്കായിരുന്നു കേട്ടോ ട്രിപ്പ് കിട്ടിയത് നമുക്ക് ഇവിടേക്കായിരുന്നു. ഇതിൻ്റെ കുറച്ച് ബാക്കിലോട്ട് നമ്മളടിച്ച് അടുത്ത ട്രിപ്പൊന്നും അടിയണില്ല. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോവാം. നമ്മൾ അവിടെ മെയിൻ റോഡിലോട്ട് പോയി കിടക്കാൻ പോവാം. വണ്ടിയൊക്കെ നിർത്തിയിരുന്ന വീട് ഇതാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാണ്. ഇവിടെ ഞാനൊരു ദിവസം വന്നപ്പോൾ കാരവാനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ട്രിപ്പില്ല. നമ്മൾ പരിപാടി നിർത്തിയിട്ട് ഇന്നത്തെ നമ്മൾ ഊബറൊക്കെ ഓഫ് ചെയ്തു. നേരെ നമ്മൾ സിനിമക്ക് പോവാം. ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ട്രിപ്പില്ല. നമ്മൾ നേരെ എടപ്പള്ളി വിടുന്നു. എടപ്പള്ളി സിനിമ കാണാൻ പോകുന്നു. ഇന്നത്തെ ദിവസം സിനിമ കാണുന്നു നമ്മൾ. ഒരു ട്രിപ്പ് പോലെ നമുക്ക് അതിന് ശേഷം അടിച്ചില്ല. എന്താണോ ഒന്ന് പറ്റിയത്. ഇപ്പം നാളെ ഇറങ്ങാം. നാളെ വെള്ളിയാഴ്ച അല്ലേ, നാളെ ഇറങ്ങാം. അപ്പം നമ്മളെന്തായാലും പടത്തിന് പോട്ടെ. നമ്മൾ ഷറഫുദ്ദീൻ്റെ ഒരു പടം ഇറങ്ങിന്, പെറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞുണ്ട്. അത് ടിക്കറ്റ് എടുത്തിന് ഞാനും ചങ്ങായി. അപ്പം എന്തായാലും പടത്തിന് പോട്ടെ. പടെങ്കിലും കാലിലടക്കട്ടെ. ഓട്ടം ഏതായാലും ഇല്ല. അപ്പം ശരി ഗൈസ്, പടം കണ്ടു കഴിഞ്ഞിട്ട് കാണാം.